സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ ഇബാദത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികളെ, ആയുസ്സിന്റെ കണക്ക് പുസ്തകങ്ങളിൽ നിന്ന് ഒരു അധ്യായം കൂടെ കഴിഞ്ഞു പോവുകയാണ്. 2025 അവസാനിച്ച് പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഒരു സന്ദർഭം. ആ പുതിയ വർഷത്തെ സ്വീകരിക്കാനുള്ള, അതിനെ വരവേൽക്കാനുള്ള ആവേശത്തിലും തയ്യാറെടുപ്പിലുമാണ് ലോക ജനത മുഴുവൻ. ഹിജറ വർഷമാകട്ടെ, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് വർഷമാകട്ടെ, തന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ അവിടങ്ങളിലെല്ലാം ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടുകളുണ്ട്, അതല്ലെങ്കിൽ അവന് ചിന്തിക്കേണ്ട ചില ചിന്തകളുണ്ട്. നോക്കൂ, ഡിസംബർ 31 2025 കലണ്ടറുകൾ നാം വലിച്ചെറിഞ്ഞ് 2026 പുലരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെ ഈ പുതുവർഷത്തെ ആഘോഷിക്കാമെന്ന് ചിന്തിക്കുന്ന വിഭാഗം ആളുകളുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ പുതുവർഷത്തെ സ്വീകരിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നവരുണ്ട്. എന്തൊക്കെ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് വേണ്ടത് എന്ന് പരസ്പരം ചർച്ച ചെയ്യുന്നവരുണ്ട്. മദ്യത്തിലൂടെ, ചൂതാട്ടത്തിലൂടെ, ലഹരിയിലൂടെ, വ്യഭിചാരത്തിലൂടെ, സംഗീതത്തിലൂടെ, നൃത്തങ്ങളിലൂടെ, വാദ്യമേളങ്ങളിലൂടെ, കരിമരുന്ന് പ്രയോഗങ്ങളിലൂടെ എങ്ങനെ ഈ പുതുവത്സരത്തെ ആഘോഷിക്കാം എന്ന് ലക്ഷ്യം കാണുന്നവരുണ്ട്. ആ മുഹൂർത്തത്തിന് വേണ്ടി 2025 അവസാന സെക്കൻഡുകൾ വരെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ചിന്തകൾ ഇതാണെങ്കിൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയ ഷഹാദത്ത് ഉച്ചരിച്ച ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ അതിൽ നിന്ന് വ്യത്യസ്തത പുലർത്തേണ്ടതുണ്ട്. ഇങ്ങനെ ചിന്തിക്കേണ്ടവനല്ല യഥാർത്ഥ മുഅ്മിൻ. ഇത്തരം ചിന്തകളിലൂടെ ഒരു വിഭാഗം കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്ത എന്തായിരിക്കണമെന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ കൃത്യമായി അറിഞ്ഞിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടെ കഴിഞ്ഞു പോയി. ഒരാൾക്ക് 60 വയസ്സ് അല്ലാഹു 4-ാം മാസം റൂഹൂതുന്ന സമയത്ത് അവന്റെ റിസ്ഖും അവന്റെ ആയുസ്സും എല്ലാം അല്ലാഹു രേഖപ്പെടുത്തുന്നത് നമുക്കറിയാം. 60 വയസ്സാണ് ഒരാളുടെ ആയുസ്സെങ്കിൽ ഈ 2026 നമ്മൾ പ്രവേശിക്കുമ്പോ സഹോദരങ്ങളെ, ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഖബർ ജീവിതത്തിലേക്ക്, എന്റെ പരലോക ജീവിതത്തിലേക്ക് ഓരോ വർഷവും എന്നെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അതുപോലെ തന്നെ നശ്വരമായ ദുനിയാവിലെ ജീവിതം എന്നിൽ നിന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലെ ഓരോ മിനിറ്റുകളും, സെക്കൻഡുകളും, മണിക്കൂറുകളും, ആഴ്ചകളും, ദിവസങ്ങളും, വർഷങ്ങളും ഒക്കെ എന്റെ ജീവിതത്തെ അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണെന്ന ചിന്ത നമുക്ക് വേണം.
ഇത്തരം ചിന്തകളിലൂടെ തന്റെ ജീവിതത്തെ ഇബാദത്തുകൾ കൊണ്ട് അമാലു സ്വാലിഹാത്തുകൾ കൊണ്ട് ധന്യമാക്കാനാണ് ഒരു വിശ്വാസി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഹിജ്റ വർഷത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എങ്കിലും ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കുന്ന ഒരു പുതുവർഷം കടന്നു വരുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ചിന്തകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കൂ, നിങ്ങൾ 2025 ജനുവരി മുതൽ ഇങ്ങോട്ട് മറിച്ച കലണ്ടറുകൾ ഒരിക്കലും നമുക്ക് അങ്ങോട്ട് തിരിച്ചു മറിക്കാൻ കഴിയൂല. ആ 365 ദിവസങ്ങളിൽ ഒരു ദിവസത്തിലേക്ക് എനിക്ക് മടങ്ങി പോകണമെന്ന് ഈ ഭൂമി ലോകത്ത് ആര് വിചാരിച്ചാലും അതിന് സാധ്യമല്ല. 365 ദിവസങ്ങളിൽ നമുക്കേറെ ഇഷ്ടപ്പെട്ട ദിവസമുണ്ടായിരുന്നു, നമുക്കേറെ ഓർമ്മിക്കേണ്ട ദിവസമുണ്ട്. ആ ദിവസത്തിലേക്ക് ഒന്ന് മടക്കി തരുമോ എന്ന് ആര് പറഞ്ഞാലും ആ ദിവസത്തിലോട്ട് നമ്മൾ ഒരിക്കലും തിരിച്ചു പോകില്ല. അതാണ് സമയത്തിന്റെ മൂല്യമെന്ന് പറയുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമാകുകയില്ല. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ ഒരു വചനമുണ്ട്. എന്താണെന്നറിയോ? മാ മിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു ഇല്ലാ വയുനാദി. ഓരോ ദിവസവും പ്രഭാതം അങ്ങ് പൊട്ടിവിടരുമ്പോ ആ പ്രഭാതം മനുഷ്യനോട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. അന യൗമുൻ ജദീദ്, ഞാൻ ഒരു പുതിയ ദിവസമാണടോ. വഅലാ അമലുക ഷഹീദ്, ഇന്ന് നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഞാൻ സാക്ഷിയാണ്. ഫതസവ്വദ് മിന്നി, സമയമാകുന്ന, വർഷമാകുന്ന, അതല്ലെങ്കിൽ ആഴ്ചകളാകുന്ന, മാസമാകുന്ന എന്നെ റബ്ബിന്റെ മാർഗത്തിൽ നീ മനുഷ്യ വിനിയോഗിക്കണേ. ഇനി ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. സമയമാകുന്ന ഞാൻ കഴിഞ്ഞു പോയാൽ ഇനി അന്ത്യനാൾ വരെ തിരിച്ചു വരികയില്ല. അതാണ് സമയത്തിന്റെ പ്രത്യേകത. ഇന്നലെ എന്ന് പറയുന്ന ദിവസം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയൂല. ഇന്ന് ജുമഅക്ക് ബാങ്ക് കൊടുത്ത 12:30 അതല്ലെങ്കിൽ 12:28 എന്ന് പറയുന്ന സമയത്തേക്ക് നമുക്ക് മടങ്ങി പോകാൻ പറ്റൂല. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അധിക പേരും വഞ്ചിതരാണ്. അസ്സിഹ്ഹതു വൽ ഫറാഗ്, അതവന്റെ ആരോഗ്യമാണ്, ഒഴിവു സമയമാണ്. ആരോഗ്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, ഒഴിവു സമയം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ രണ്ട് കാര്യത്തിലും ഇന്ന് ആളുകൾ അശ്രദ്ധയിൽ കഴിയുന്ന ആളുകളാണ്. ആരോഗ്യം റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. അള്ളാഹു നൽകിയ സമയം, എത്രയോ ഒഴിവു സമയങ്ങളുണ്ട്, അതും നമ്മൾ റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. ഈ വിട പറയുന്ന ഈ ഒരു വർഷം എന്റെ ആയുസിന്റെ ഒഴിവു സമയത്തെ, എന്റെ ആരോഗ്യത്തെ, എന്റെ ജീവിതത്തെ, സമ്പത്തിനെ റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ വിനിയോഗിച്ചിട്ടുണ്ടോ? അത് മാത്രം നമ്മൾ ചിന്തിക്കാം. നമ്മുടെ വയസ്സ് കൂട്ടുന്ന വർഷങ്ങളാണ് ഇംഗ്ലീഷ് വർഷം എന്ന് പറയുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെയും സമ്പത്തിനെയും ഒഴിവു സമയത്തെയൊക്കെ എത്രമാത്രം റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, അവനെ സ്മരിക്കാൻ, അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ, അവന് ഇബാദത്ത് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? 5 നേരം പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് തണുപ്പിനെയൊന്നും വകവെക്കാതെ പള്ളിയിലേക്ക് നമ്മൾ കൃത്യമായി പോയി നമസ്കരിച്ച ആളുകളാണോ? കൃത്യമായി നോമ്പനുഷ്ഠിച്ച ആളുകളാണോ? അതുപോലെ തന്നെ മാനവരാശിക്ക് മാർഗദർശനമായി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, അത് നമ്മൾ കൃത്യമായി പാരായണം ചെയ്ത ആളുകളാണോ? അതിന്റെ അർത്ഥം നമ്മൾ പഠിച്ച ആളുകളാണോ?
അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിന്റെ അവകാശം കൃത്യമായി നിർവഹിച്ചവരാണോ? നമ്മൾ സകാത്തും സദഖയും നിർവഹിച്ച ആളുകളാണോ? എന്ത് നമ്മൾ ഈ വർഷം ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ചോദ്യത്തിനൊക്കെ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിമറിക്കേണ്ടതുണ്ട്. നമുക്ക് സമയമുണ്ട്. ആ സമയം അള്ളാഹു നിശ്ചയിച്ച സമയം എത്രയാണോ അതുവരെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അഅ്മാലു സ്വാലിഹാത്തുകൾ കൊണ്ട് ധന്യമാക്കണം. നോക്ക്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചില വാക്കുകളുണ്ട്. നമ്മൾക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? ഒരു ദിവസം അവസാനിക്കുകയും, ശ്രദ്ധിക്കണം, ഒരു ദിവസം അവസാനിക്കുകയും അതുമൂലം എന്റെ കർമ്മങ്ങൾ വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ ഖേദിച്ചതിനേക്കാൾ മറ്റൊന്നിനെ കുറിച്ച് ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. നോക്കൂ, അവരെ ചിന്ത പോയത് ഇന്ന് രാവിലെ ആയി, ഉച്ചയായി, വൈകുന്നേരമായി, രാത്രിയായി. അന്ന് ആ ദിവസം അവസാനിക്കുന്ന സമയത്ത് എന്റെ കർമ്മങ്ങൾ റബ്ബിന് വേണ്ടി നല്ല കർമ്മങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസത്തേക്കാൾ ഞാൻ ഖേദിച്ച മറ്റൊരു ദിവസവുമില്ല. അതായിരുന്നു അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കണമെങ്കിൽ, ഇബാദത്തുകൾ നമ്മൾ കൂടുതലായി അനുഷ്ഠിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. മനുഷ്യരെ, സർവ്വ സുഖ സൗകര്യങ്ങളെയും സർവ്വ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. അത് പരലോക ചിന്തകളെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയേക്കാം. ആ മരണത്തെ കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമ്മൾ കൂടുതൽ തഖ്വയുള്ളവരാകും, ഈമാൻ നഷ്ടപ്പെടാതിരിക്കും. അതുപോലെ തന്നെ അമലുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കും. അത് മാത്രമേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു അല്ലാത്ത ഈ ലോകത്തുള്ള മുഴുവൻ സംഗതികളും നശിച്ചു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്ന ദിവസം വരാനുണ്ട്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലുന്നത്, ആ മരണം മനുഷ്യരെ നിങ്ങളെ കണ്ടുമുട്ടുന്ന ദിവസം വരാനുണ്ട്. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. താൻ നാളെ ഏത് നാട്ടിൽ വെച്ചാണ് മരണപ്പെടുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. മരണപ്പെടാതിരിക്കാൻ ഏത് കോട്ടകൾക്കുള്ളിൽ പോയി നിങ്ങൾ ഒളിച്ചിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടിയിരിക്കും. ആ മരണം നിങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതുവരെ മാത്രമേ അള്ളാഹു നമുക്ക് അജല് നൽകിയിട്ടുള്ളൂ, അവധി നൽകിയിട്ടുള്ളൂ. 2025 എന്ന വർഷത്തെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ജീവിച്ചു, അതിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അവര് വിചാരിച്ചില്ല എന്റെ മരണവർഷം ഈ 2025 ആകുമെന്ന്. 2026 പുലരിയിലേക്ക് നമ്മൾ ആരൊക്കെ പ്രവേശിക്കുമെന്ന് നമുക്കറിയില്ല. ആ 2026 നമ്മൾ ഇനി ഒരുമിച്ച് ജീവിച്ചാൽ 2027 എത്ര പേർ പ്രവേശിക്കുമെന്ന് പോലും അറിയില്ല. ആ മരണത്തിന്റെ ദിവസമെത്തിയാൽ അല്ലാഹു മരണത്തിന്റെ അവധി ഒരു സെക്കൻഡ് പോലും പിന്തിപ്പിക്കുകയില്ല. അതാണ് യാഥാർത്ഥ്യം. അതാണ് യാഥാർത്ഥ്യം. ഒരാൾക്കും അല്ലാഹു പിന്തിപ്പിച്ചു കൊടുക്കുകയില്ല. എന്നാൽ ആ സമയത്ത് അല്ലാഹുവേ, എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കി തരുമോ എന്ന് ചില ആളുകൾ പറയും. ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതുപോലെ ഒരുപാട് വർഷങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആയുസ് അല്ലാഹു നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്. പക്ഷേ മലക്കുൽ മൗത്ത് വന്ന് അവനെ മരിപ്പിക്കുന്ന സമയമുണ്ടല്ലോ, അല്ലാഹു എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കി തരുമോ എന്ന് ആ മനുഷ്യൻ യാചിക്കുമത്രേ. അതിന് നമ്മൾ ഇടവരുത്തരുത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത്. അവരിലേക്ക് മരണം ആസന്നമാകുമ്പോ ഖാല റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കി തരുമോ റബ്ബേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത. ഞാൻ വീഴ്ച വരുത്തിയ അമലുകളെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം. എന്റെ ഈ ആയുസ്സിൽ
അള്ളാഹുവേ ഞാൻ കൃത്യമായി നമസ്കരിച്ചിരുന്നില്ല, കൃത്യമായി നോമ്പനുഷ്ഠിച്ചിരുന്നില്ല, നീ നൽകിയ സമ്പത്തിൽ നിന്ന് സകാത്തും സ്വതക്കയും നിർവഹിച്ചിരുന്നില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറ ചെയ്തിട്ടില്ല, സമ്പത്തുണ്ടായിരുന്നു. എല്ലാത്തിനെ കുറിച്ചും അവനെങ്ങനെ അള്ളാഹുവിനോട് വിലാപം പറയും. റബ്ബിർജിഊൻ, റബ്ബിർജിഊൻ, എന്നെ മടക്കി തരൂ റബ്ബേ. ഖുർആൻ പറഞ്ഞത് എന്താ? വല യുഅഖിറുല്ലാഹു നഫ്സൻ, ഒരാൾക്കും അല്ലാഹു മടക്കി കൊടുക്കൂല. ഈ ആളുകളെല്ലാം നാളെ നരകത്തിൽ കിടന്ന് വെന്തരിയുമ്പോ ഇത് ദുനിയാവിലെ വിലാപമാണെങ്കിൽ നരക ശിക്ഷ ആസ്വദിക്കാൻ കഴിയാത്ത സമയമുണ്ട്. അവിടെ വെച്ച് പറയും അതിലിങ്ങനെ കിടന്ന് വെന്തരിയുമ്പോ അവര് പറയുന്ന വർത്തമാനങ്ങളാണ് റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ, റബ്ബേ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണം, നഅമൽ സാലിഹൻ, ഞങ്ങള് കൃത്യമായി അമൽ ചെയ്തു കൊള്ളാം, ഗൈറല്ലദീ കുന്നാ നഅമൽ, മുന്നേ ഞങ്ങൾ ചെയ്യാത്ത രൂപത്തിൽ അമൽ ചെയ്തു കൊള്ളാം. ഈ രണ്ട് വിലാപം വിലപിക്കുന്ന ആളുകൾ ആരാന്നറിയോ? നേരത്തെ പറഞ്ഞ ആരോഗ്യവും സമയവും റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാത്ത ആളുകൾ. ഇപ്പൊ നമുക്ക് ഓരോ വർഷം ഇങ്ങനെ കഴിയുമ്പോ അതിന്റെ പുലരി ആഘോഷിക്കുന്ന ആളുകളുടെ കൂടെയല്ല നമ്മളും നമ്മുടെ മക്കളും കൂടേണ്ടത്. ആ പുലരി ആഘോഷിക്കുന്ന ആളുകളുടെ കൂടെയല്ല നമ്മൾ കൂടേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു എനിക്ക് നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞുപോയി, ഒരു വർഷം കഴിഞ്ഞുപോയി, എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അതുപോലെ തന്നെ ഈ വർഷം മുതൽ ഇനി എന്റെ ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും റബ്ബിന്റെ മാർഗത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാ ഖുതുബയുടെ തുടക്കത്തിൽ നാം ഓതി വെച്ചൊരു ആയത്തുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണേ. റബ്ബ് കൃത്യമായി നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഓരോ ആത്മാവും എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നവൻ കൃത്യമായി നോക്കട്ടെ. ആ ചോദ്യം നോക്കൂ നിങ്ങൾ. അല്ലയോ വിശ്വാസി സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് പറയാണ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി. നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞെന്താ? നമ്മുടെ മരണത്തിന്റെ ദിവസമുണ്ട്. മരണത്തിന്റെ ദിവസം എന്ന് പറയുന്ന ആ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയം. എന്താണ് നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ദുനിയാവിലെ നമ്മൾ ജീവിക്കാൻ വേണ്ടി, നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മള് ഒരുപാട് സമ്പത്ത് ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടുകളിൽ ഭൂമി വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് സമ്പത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? ഈ ദുനിയാവിൽ കൃത്യമായി നമുക്ക് ജീവിക്കണമെങ്കിൽ റിസ്ക് വേണം, സമ്പത്ത് വേണം. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതില്ലെങ്കിലോ, സമ്പത്തില്ലെങ്കിൽ നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ പറ്റുമോ? കുറച്ചെങ്കിലും സമ്പത്ത് വേണ്ടേ? എന്നാൽ അതുപോലെ സഹോദരങ്ങളെ, ദുനിയാവിൽ ജീവിക്കാൻ പണം എത്രമാത്രം ആവശ്യമാണോ അതുപോലെ പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് അമൽ നിർബന്ധമാണ്. ഇവിടെ രക്ഷപ്പെടാൻ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നാളെ എന്ന് പറയുന്ന ദിവസമുണ്ട്. ആ മരണത്തിന്റെ ദിവസം മുതൽ രക്ഷപ്പെടാൻ അഅ്മാലു സ്വാലിഹാത്ത് നമ്മൾ എത്ര തയ്യാറാക്കി വെച്ചിട്ടുണ്ട്? അത് വിശ്വാസി സമൂഹത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയത്തിലായിരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം ആസ്വദിക്കും. എല്ലാവരും മരണം ആസ്വദിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലം അല്ലാഹു അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ കൃത്യമായി നൽകും. എന്നിട്ട് പറയാണ്, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, അന്നാര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുവോ അവൻ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവിലെ ജീവിതം മനുഷ്യരെ നിങ്ങൾ വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ്. അതുകൊണ്ട് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ
അതിന്റെ പുലരിയെ നമ്മൾ ആസ്വദിക്കുകയല്ല വേണ്ടത്, ആഘോഷിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും ആടിത്തിമിർക്കാനും ഒക്കെ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവുമ്പോ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളും നമ്മളൊന്നും അതിൽ പെട്ടുപോകാൻ പാടില്ല. നമ്മുടെ വിശ്വാസികളുടെ ചിന്തകൾ ഇതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞുപോയി, ഇനിയുള്ള ജീവിതം എത്രയാണെന്ന് എനിക്കറിയില്ല. അതുവരെ എന്റെ ആരോഗ്യത്തെ, എന്റെ ഒഴിവു സമയത്തെ റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ വിനിയോഗിക്കുമെന്ന പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കേണ്ടത്. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടുകൾ, അവന്റെ ചിന്തകൾ എന്തൊക്കെയാകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. മരണചിന്തകൾ അധികരിപ്പിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും സഹോദരങ്ങളെ പറഞ്ഞ പോലെ ഒരു പുതുവർഷത്തെ ആഘോഷിക്കാൻ കഴിയില്ല. ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് നമ്മളും നമ്മുടെ മക്കളും ഒക്കെ വിട്ടു നിൽക്കേണ്ടതുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്രിസ്മസ് ആഘോഷത്തെ പറ്റി പറഞ്ഞിരുന്നു. ഇന്നലെ ആ ഒരു തീയതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, എത്രയെത്ര മുസ്ലിം സഹോദരങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ പങ്കെടുത്തു. അവരുടെ വസ്ത്രമണിഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ മക്കളും വലിയ ആളുകളൊന്നും വ്യത്യാസമില്ല അതിന്റെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഇത്തരം ആചാരങ്ങളിൽ പങ്കുകൊള്ളുകയും അവരുടെ ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകൾ അന്ത്യനാളിൽ അള്ളാഹു അവരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കും. നഊദുബില്ലാ. നോക്കൂ നിങ്ങൾ, അതിന് ഗൗരവം നമ്മൾ ആരും കണ്ടിട്ടില്ല. ഒരു ഉദാഹരണം പറയാം. ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും നമ്മുടെ നാട്ടിലെ പാർട്ടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇടത് പാർട്ടി വലതു പാർട്ടി, അതിലെ രണ്ടാളുകൾ എടുത്താൽ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരിക്കും. പരസ്പരം കല്യാണത്തിന് പോകും, ടൂറ് പോകും, അയൽവാസികളായിരിക്കും. എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ വലതു പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി ഇടതു പാർട്ടിക്കാരൻ ഒരിക്കലും സഹായിക്കൂല. അവരുടെ വികസന പ്രവർത്തനങ്ങളാകട്ടെ, അതല്ലെങ്കിൽ ഒട്ടുപിടിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അവൻ സഹായിക്കൂല. നേരെ തിരിച്ചു അങ്ങനെ തന്നെ. അത്ര ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ക്രൈസ്തവർ അത് ആഘോഷിക്കട്ടെ, അവരുടെ ആഘോഷമാണ്. ഹൈന്ദവർ ഓണം ആഘോഷിക്കട്ടെ, അത് അവരുടെ ആഘോഷമാണ്. മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കട്ടെ, അത് അവരുടെ ആഘോഷമാണ് എന്ന് കരുതി ആരും അങ്ങോട്ടും പിണക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ അയൽവാസി ക്രൈസ്തവനാണെങ്കിലും ജൂതനാണെങ്കിലും ബുദ്ധനാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, പരിചരിക്കുന്നുണ്ട്, സൗഹൃദങ്ങളുണ്ട്, കൂട്ടുകെട്ടുണ്ട്, ഒരുമിച്ചുള്ള യാത്രകളുണ്ട്. പക്ഷെ ഇങ്ങനത്തെ വിഷയം വരുമ്പോ നമുക്ക് നമ്മുടെ നിലപാട് തുറന്നു പറയാൻ കഴിയണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവൻ അവരിൽപ്പെട്ടവനായി മാറും. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ നമ്മുടെ മക്കളെ ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന്, അത് ന്യൂ ഇയർ ആയാലും ബർത്ത്ഡേ ആഘോഷങ്ങളായാലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മറ്റു മതവിഭാഗങ്ങൾ ആഘോഷങ്ങളായാലും അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും മാറി നിൽക്കണം, അതല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തണം. കാരണം അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ ദേഷ്യവും അള്ളാഹു അവരുടെ മേൽ ഇറക്കുന്നതാണ്. അപ്പൊ ഇത്തരം ആഘോഷങ്ങളും അതുപോലെ തന്നെ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അത്തരം ദുനിയാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ചൊക്കെ അള്ളാഹു എന്നോ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, ഒരു കൂട്ടം ആളുകളുണ്ട്, ലാ യർജൂന ലിഖാഅനാ, അവര് നമ്മളെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല, നമ്മളെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹം അവർക്കില്ല. ദുനിയാവിലെ ജീവിതത്തിൽ അവര് സംതൃപ്തി അടഞ്ഞ ആളുകളാണ്. അതിൽ സമാധാനം കണ്ടെത്തിയവരാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അശ്രദ്ധയിലായി കഴിയുന്നവരുമാണവർ. ആരെ കുറിച്ച് പറഞ്ഞതെന്നറിയോ? ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളെ, ചില വിഭാഗം ആളുകളെ കുറിച്ച് റബ്ബ് പറയാം, ലാ യർജൂന ലിഖാഅനാ, നമ്മളെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമില്ല,
നമ്മളെന്ന് പറഞ്ഞാൽ റബ്ബിനെ. മുന്നേ നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു താഴ്വരയിലേക്ക് സ്വർഗവാസികളെ കൊണ്ടുപോകും. ഓരോരുത്തരുടെ കർമ്മങ്ങൾ അനുസരിച്ച് അവരെ അള്ളാഹു ഓരോ ഇരിപ്പിടങ്ങളിൽ അള്ളാഹു ഇരുത്തുന്നതാണ്. അവസാനം അള്ളാഹുവിനെ അവർ നേർക്കുനേരെ കാണുന്ന ഒരു ദിനം വരാനുണ്ട്. ആ ദിവസത്തെ പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ദുനിയാവിൽ നമുക്ക് എന്ത് ലക്ഷ്യമുണ്ടെങ്കിലും നമ്മുടെ ആത്യന്തിക ലക്ഷ്യം പരലോകമോക്ഷമായിരിക്കണം. അള്ളാഹുവിനെ കാണണമെന്ന ആഗ്രഹമായിരിക്കണം. പക്ഷെ അല്ലാഹ് പറയാ ഇത്തരം ആളുകളെ കുറിച്ച്, ലാ യർജൂന ലിഖാഅനാ, നമ്മളെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹം അവർക്കില്ല. മാത്രമല്ല ഐഹിക ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളിലും ആർഭാടങ്ങളിലും ആനന്ദങ്ങളിലും അവര് സന്തോഷം കണ്ടെത്തിയവരാണ്. അതിൽ മതിമറഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ്. എന്റെ മക്കള് മതി, എന്റെ സമ്പത്ത് മതി, എന്റെ അനുഗ്രഹങ്ങൾ മതി. ദുനിയാവിനെ അവൻ തൃപ്തിപ്പെട്ടുപോയി. അങ്ങനത്തെ ആളുകളാണ് ഒരു കൂട്ടം. അതിൽ സമാധാനം കണ്ടെത്തിയ ആളുകൾ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവർ ഓർക്കുന്നില്ല. ഇനി മറ്റൊരായത്തിലൂടെ റബ്ബ് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ കണ്ടുമുട്ടണമെങ്കിൽ രണ്ട് കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അത് മാത്രമേ നമ്മൾ ഈ ഖുതുബയിലൂടെ മനസ്സിലാക്കേണ്ടതുള്ളൂ. എന്താണെന്നറിയോ? രണ്ട് കാര്യങ്ങൾ. ഇനി ആരെങ്കിലും എന്റെ ലിഖാഇനെ, കണ്ടുമുട്ടലിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യട്ടെ. ഒരു കാര്യം കൂടെ റബ്ബ് തീർത്തു പറഞ്ഞു, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, ഒരാളിലും അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ. റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ രണ്ട് കണ്ടീഷൻ അല്ലാഹു വെച്ചിട്ടുള്ളൂ. ഒന്ന്, ഫല്യഅമൽ അമലൻ സാലിഹ, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാം. നമസ്കാരം, സുന്നത്ത് നോമ്പുകളും ഫർള് നോമ്പുകള്, സദഖ, സകാത്ത്, ഹജ്ജ്, ഉംറ, ദിക്റുകള്, അതുപോലെ തന്നെ ദുആകള്, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതിന്റെ പഠനം, എന്തൊക്കെയാണോ നമ്മളെ കൊണ്ട് അഅ്മാലു സ്വാലിഹാത്തുകളായി ചെയ്യാൻ കഴിയുന്നത്, ഫല്യഅമൽ, അത് ചെയ്തോളി. എന്നിട്ടോ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബി അഹദ, റബ്ബിൽ പങ്കു ചേർത്തവർക്ക് ഒരിക്കലും റബ്ബിനെ കാണാൻ പറ്റൂലട്ടോ. ശിർക്ക് ചെയ്ത മുശ്രിക്കായ ഒരു മനുഷ്യന് റബ്ബിനെ കാണാൻ കഴിയൂല. അവൻ നരകത്തിന്റെ അടിത്തട്ടില, അവന്റെ സ്ഥിര താമസം നരകത്തില, അതിന് തിരിച്ചു വരാൻ കഴിയൂല. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തൊരു വ്യക്തിയുമുണ്ടോ? വലാ യുശ്രികു ബിഇബാദത്തി റബ്ബി അഹദ, അവന് റബ്ബിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിൽ കൈവിരൽ മുക്കിയെടുത്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ വിരലിൽ നിന്ന് ഉറ്റി വീഴുന്ന ഈ തുള്ളി ഉണ്ടല്ലോ, ഇത് മാത്രമേ ദുനിയാവ്. ഞാൻ മുക്കിയ ആ സമുദ്രമുണ്ടല്ലോ, അനന്ത വിശാലമായി കിടക്കുന്ന ഒരു ഭൂമിയുടെ 75% വെള്ളമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമുദ്രത്തിലെ മുഴുവൻ വെള്ളവും അത് പരലോകമാണ്. അബൂ ഖുബൈസ് പർവ്വതത്തിലേക്ക് പ്രവാചകൻ അസ്തമിക്കാനായ സൂര്യനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ആ സൂര്യൻ ഇനി അസ്തമിക്കാൻ കിഴക്കിന് ഉദിച്ചങ്ങനെ സഞ്ചരിച്ച് അസറിന് ശേഷം നമുക്കറിയാം, ഒരു മലമുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അത്ര ഇനി ദുനിയാവിന്റെ കാലഘട്ടമുള്ളൂ. യാത്ര ചെയ്യുന്ന മനുഷ്യൻ ക്ഷീണിക്കുമ്പോൾ ഒരു മരത്തിന്റെ തണലിൽ അവൻ വിശ്രമിക്കും. എന്നാൽ തണലിന്റെ ഗതി 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നീങ്ങിപ്പോകും. അത്ര മാത്രമേ ദുനിയാവുള്ള. പ്രവാചകൻ ഉദാഹരണത്തിലൂടെ പറയാം, ഞാനും അന്ത്യനാളും നിയോഗിക്കപ്പെട്ടത് ഇങ്ങനെയാ. പ്രവാചകൻ 2 വിരൽ കാണിച്ചു. അപ്പൊ നശ്വരമായ ദുനിയാവിക ജീവിതം എന്ന് പറയുന്നത് സഹോദരങ്ങളെ നശിച്ചു പോകുന്നതാണ്. നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഏതാ? പരലോക ജീവിതമാണ്. ദുനിയാവ് അങ്ങനെ യാത്ര ചെയ്തു പോവുക. പരലോകം ഇങ്ങോട്ട് യാത്ര ചെയ്തു വരിക. നോക്കൂ, പ്രവാചകൻ പറഞ്ഞത് ദുനിയാവ് അങ്ങോട്ട് പോവുകയാണ്, പക്ഷേ പരലോകം ഇങ്ങോട്ട് വരിക. ദുനിയാവിനും ആഖിറത്തിനും മക്കളുണ്ട്. നിങ്ങള് പരലോകത്തിന്റെ മക്കളാകണം. ഒരിക്കലും നിങ്ങൾ ദുനിയാവിന്റെ മക്കളായി മാറരുത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ആ റസൂലിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, മൻ ഖൈറുൻ നാസ്, റസൂൽ ആരാണ് നല്ല ആളുകൾ? പ്രവാചകൻ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, അല്ലാഹു ആയുസ് കൊടുക്കും, ഒരുപാട് വർഷം ജീവിക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ അല്ലാഹു നിശ്ചയിച്ച ആയുസ് കൊടുത്തിട്ട് അതിൽ കർമ്മങ്ങൾ നന്നാക്കിയവനാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ. പിന്നെ ചോദിച്ചു, അയ്യുന്നാസ് ശർറുൻ, ജനങ്ങളിൽ മോശപ്പെട്ടവൻ ആരാ? പ്രവാചകൻ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, അല്ലാഹു ആയുസ് കൊടുക്കും, അതിൽ മോശം പ്രവർത്തിച്ച ആൾ ഏറ്റവും ശർറായ മനുഷ്യരാണ്. അപ്പൊ നമുക്ക് അല്ലാഹു എത്രയാണോ ആയുസ് കണക്കാക്കിയിട്ടുള്ളത്, ആ ആയുസ്സിൽ റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ നമ്മുടെ സമയത്തെയും ആരോഗ്യത്തെയും ഒക്കെ നമ്മൾ വിനിയോഗിക്കുക. ആ ഒരു പ്രവർത്തനങ്ങൾ മാത്രമേ മരണത്തിന്റെ ദിവസം മുതൽ ഖബറിലേക്ക് വെക്കുന്നതോടുകൂടി അവൻ ഒന്ന് മാത്രമേ ബാക്കിയാകുകയുള്ളൂ. കുടുംബവും സ്വത്തുമെല്ലാം അടങ്ങിപ്പോകുമ്പോ അവൻ ചെയ്ത കർമ്മങ്ങൾ മാത്രമേ ആ പരലോക ജീവിതം ആരംഭിക്കുന്ന ബർസഖിയായ ഉഖ്റവിയായ ജീവിതത്തിൽ അവൻ ഉപകാരപ്പെടുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുവഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അമാലു സ്വാലിഹാത്തുകൾ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا